പാലക്കാട്ടേക്കാണ് പോകുന്നത്. അവിടെ യുവമോർച്ചയുടെ മാർച്ച് അക്രമാസക്തമായിരിക്കുകയാണ്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തത്സമയത്തിലേക്ക് അരുൺ ആലത്തൂര് വിശദാംശങ്ങളുമായി ചേരുകയാണ്. അരുൺ, വലിയ സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുകയാണോ? പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവസ്ഥ അവിടെ? കളക്ടറേറ്റിന് മുന്നിൽ ഉള്ളത് യുവമോർച്ച പ്രവർത്തകർ അല്പസമയം മുൻപാണ് ഈ പാലക്കാട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് രംഗത്ത് എത്തിയത്. PSCയിലെ അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കുക, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുക, വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ പ്രതിഷേധ മാർച്ച് ഈ കളക്ടറേറ്റിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടുകൂടി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. തുടർന്ന് പോലീസ് ഇത്തരത്തിൽ പ്രവർത്തകർക്ക് നേരെ ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും രണ്ടാമതും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനെതിരെ പ്രവർത്തകർ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്. ശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിൽ നിന്നുള്ള യുവമോർച്ച പ്രവർത്തകരാണ് ഈ PSCയിലെ അഴിമതികൾക്കെതിരെ ശക്തമായ സമരവുമായിട്ട് ഇപ്പോൾ പാലക്കാട് കളക്ടറേറ്റിലേക്ക് വരുന്നത്. പോലീസ് 2 തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ചില പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം പിരിഞ്ഞു പോവാൻ കൂട്ടാക്കാതെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ. ഏതായാലും പാലക്കാട് കളക്ടറേറ്റിലേക്കാണ് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ PSCയിലെ അഴിമതികൾ അത് സർക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്ന് മാത്രമല്ല, PSC എന്ന് പറയുന്നത് പിണറായി സതീശൻ കമ്മീഷനായി മാറിയിരിക്കുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനമാണ് യുവമോർച്ചയും BJPയും ഉന്നയിക്കുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാറായിരുന്നു അല്പസമയം മുൻപ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. BJPയുടെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും അതുപോലെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ P വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ ഈ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ നേതാക്കൾ നേരത്തെ സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് PSCയിൽ സമാനതകളില്ലാത്ത തരത്തിലുള്ള അഴിമതികളും മറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അത്തരത്തിൽ നിയമനങ്ങൾ നടക്കുന്നു. അതേസമയം പോലീസ് ഈ സർക്കാർ നോക്കുകുത്തിയായിട്ട് PSCക്കാരുടെ സമരത്തെ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുൾപ്പെടെയാണ് നേരത്തെ നേതാക്കൾ വിമർശിച്ചിരുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉൾപ്പെടെ PSC ഉദ്യോഗാർത്ഥികൾ പല തരത്തിലുള്ള സമരങ്ങൾ നടത്തി, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. എന്നിട്ടൊന്നും അതിനെ കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെയുള്ള വിമർശനമാണ് നേതാക്കൾ ഉയർത്തുന്നത്. ഇപ്പോൾ ഏതായാലും പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡിന് മുന്നിൽ സിവിൽ സ്റ്റേഷന്റെ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ മുദ്രാവാക്യം മുഴക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. PSC പരീക്ഷാ ക്രമക്കേടിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വിപുലീകരിക്കുകയാണ് ഭാരതീയ ജനതാ യുവമോർച്ച. സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC ഉദ്യോഗാർത്ഥികളുടെ അനിശ്ചിതകാല സമരം തുടരുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 മുന്നണികൾ ഈ സമരം കണ്ടില്ല എന്ന് നടിക്കുന്നു. ഡൽഹിയിൽ പാറ്റ സമരത്തിന്റെ ഭാഗമായി ഊർജം കൊണ്ട ആളുകളെ ആരും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കാണുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തുന്നത്. അതിൽ പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറാണ് മാർച്ച് നേരത്തെ ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർന്നത്.